ആ ഒരു നിലപാടിനെ എങ്ങനെ കാണുന്നു? കാരണം അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഡിനിയൊക്കെ പറഞ്ഞതുപോലെ ഇത്തരം വിഷയങ്ങളെ സംയമനത്തോടെ നേരിടുന്ന ഒരു പ്രധാനമന്ത്രി കാര്യങ്ങൾ കൃത്യമായി തന്നെ വ്യക്തമാക്കിക്കൊണ്ട് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിക്കൊണ്ട് തിരിച്ചടിക്കുള്ള അവകാശവും അധികാരവും ഒക്കെ സൈന്യത്തിന് കൈമാറിയ ഒരു പ്രധാനമന്ത്രി. അപ്പോൾ ഇത്തരത്തിൽ ഇനി എന്ത് എന്നുള്ളത് കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന വികസന പദ്ധതികൾ സംസ്ഥാനങ്ങളിൽ പോയി ഉദ്ഘാടനം ചെയ്തതിൽ പങ്കെടുക്കുന്ന അത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയായാണോ മോദിയെ കാണേണ്ടത് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയെ വിലയിരുത്താൻ അതെങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാലും അത് പഹൽഗാമുമായി ചേർത്തുകൊണ്ടാണ് സംസാരിക്കുക. എനിക്ക് കോൺഗ്രസ് പാർട്ടിക്കും അദ്ദേഹത്തോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. രഞ്ജിത്ത് പറഞ്ഞ കാര്യങ്ങളോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അതൊന്നും പറയേണ്ട സമയമല്ല ഇത് എന്ന ബോധവും ബോധ്യവും ഞങ്ങൾക്കുള്ളത് കൊണ്ട് പറയുന്നില്ല. പിന്നെ അദ്ദേഹം കേരളത്തിൽ വന്ന് കുത്താൻ ശ്രമിച്ച കാര്യം, അത് ആ നിലപാടും ഞങ്ങൾക്ക് വളരെ കൃത്യമാണ്. അദാനി ആയാലും അംബാനി ആയാലും അവരെടുക്കുന്ന ബിസിനസ്സും ആ ബിസിനസിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന സഹായവുമൊക്കെ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ വിഴിഞ്ഞുമായി കൂട്ടിക്കലർത്തരുത്. വിഴിഞ്ഞത്ത് അദ്ദേഹത്തിന് ഒരു പ്രോജക്ട്, ആ പ്രോജക്ട് ഒരുപക്ഷെ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ആ പ്രോജക്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അദാനിക്കും അംബാനിക്കും വഴിവിട്ട സഹായങ്ങൾ കൊടുക്കുന്നതും ഒരു പ്രോജക്ട് അദാനി കമ്പനി എടുക്കുന്നതും രണ്ടും രണ്ടാണ് എന്ന് പറയാൻ അതിന് പ്രത്യേകിച്ച് വൈഭവമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അത് രണ്ടാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ പറയുന്നു എന്നുള്ളത് കൊണ്ട് ഒരു അദാനിയുടെ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നിന്ന് കുത്തി അങ്ങ് പോവാം എന്ന രീതിയിലൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞാൽ അദ്ദേഹം താഴോട്ട് പോകുന്നു, അദ്ദേഹത്തിന്റെ ചിന്താഗതി താഴോട്ട് പോകുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്കതിൽ പറയാനുള്ളൂ. അത് മാത്രമല്ല, അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റിനെ പിടിച്ച് വേദിയിലിരുത്തുന്നു. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയെ വിളിക്കാത്ത ഒരിടത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയെ പിടിച്ച് വേദിയിലിരുത്തുന്നു. അദ്ദേഹം അവിടെ വെച്ച് സിന്ദാബാദ് വിളിക്കുന്നു, കുറെ ആളുകൾ സിന്ദാബാദ് വിളിച്ചു കൊടുക്കുന്നു. അതൊക്കെ രാജ്യം നിങ്ങളെ എത്ര പ്രശംസിച്ചാലും ശരി, ലോകത്തിന്റെ മുകളിലേക്ക് എത്ര വളർന്നു എന്ന് പറഞ്ഞാലും ശരി, അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ചെറിയ അല്പത്തമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തിടത്ത്, മറ്റ് സ്ഥലം എം പിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാത്തിടത്ത്, സ്ഥലം എം എൽ എക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാത്തിടത്ത്, ഒരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും പ്രതിനിധിയെ വിളിക്കാത്തിടത്ത്, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധിയെ വിളിച്ചിരുത്തി തനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മനുഷ്യനായിട്ട് മാത്രമേ ഞാൻ കാണാൻ പറ്റൂ. അത് പറയേണ്ട സമയമല്ലാത്തതൊന്നും പറയേണ്ട. വേണുഗോപാലിനെ അത്ര ചെറുതായിട്ട് കാണുന്നില്ല. കാരണം പാകിസ്ഥാനെതിരെ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് സംസാരിക്കുമെന്ന് വിചാരിച്ചെങ്കിലും അത് ഉണ്ടായില്ല ആ ചടങ്ങിൽ. പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിൽ അതെന്തിനാണെന്ന് പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ അറിയും. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ജാദ് സെൻസ് നടപ്പിലാക്കാനുള്ള സമയക്രമം പ്രഖ്യാപിക്കാനും പഹൽഗാം ആക്രമണത്തിലെ 26 പേരെ കൊന്നൊടുക്കിയ പാകിസ്ഥാനോടുള്ള മറുപടി ഇന്ത്യയെ കൊണ്ട് കൊടുപ്പിക്കാനും പ്രധാനമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നടപടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇത് കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നത്. ഞങ്ങൾ മറുപടി പറയിപ്പിക്കും ഇത്തരം കാര്യങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്നാണ്. എന്താ സംശയം 26 പേർ മരിച്ചു വീണ ഇടത്തുള്ള അത് ഇപ്പൊ പറയേണ്ട സമയമല്ലാത്തത് കൊണ്ടാണ്. നമ്മൾക്കതിനെ ആര് കൊന്നു, എന്താണ് സുരക്ഷാ വീഴ്ച, എന്താണ് പ്രശ്നം, ഇതൊക്കെ അതിനൊക്കെ മറുപടി വരണം. പക്ഷെ അതിന്റെ സമയമല്ല ഇപ്പോ സമയം. അതുകൊണ്ടാണ് നാളെ പറയുന്നത്. അല്ലാതെ കോൺഗ്രസ് കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാതി സെൻസസ്, ആ ജാതി സെൻസസ് ഇപ്പോ ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു മറ ഉണ്ടാക്കുമ്പോൾ അതെപ്പോ എങ്ങനെ അതിന്റെ സമയക്രമം ഒക്കെ ഞങ്ങൾ പറയിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചർച്ച പൊളിറ്റിക്സ് അല്ലാത്തതുകൊണ്ട്, ഒരു രാഷ്ട്രീയ ചർച്ച അല്ലാത്തതുകൊണ്ട് സന്നിഹിതരായ മറ്റാളുകൾ ഈ ഒരു ചർച്ചയ്ക്കകത്തേക്ക് പൊളിറ്റിക്സ് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടും ഞാനും വ്യക്തിപരമായി ഇഷ്ടപ്പെടാത്തത് കൊണ്ടും മാത്രമാണ് ഈ ചർച്ചയിലേക്ക് ഞങ്ങളത് വലിച്ചുകൊണ്ട്. അത് മറ്റൊരു വിഷയം, മറ്റൊരു കാര്യം, അത് അവിടെ വെച്ച് പറയും. ഇവിടെ നമ്മൾ രാജ്യം എന്ന് പറയുന്ന ഒറ്റ ഫീലിംഗ്സിനകത്ത് ഭീകരാക്രമണത്തെ, ഇന്ത്യ നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ ഒരു 5-8 ആളുകൾ വന്ന് 10-27 പേരെ വെടിവെച്ച് കൊന്ന് പോകുന്നു. അവര് നമുക്ക് പിടിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വരുന്നു. അവർ ഒളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഇപ്പൊ ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യേണ്ടതുണ്ട്. കാരണം സഞ്ചാരികൾ വീണ്ടും കാശ്മീരിലേക്ക് വരാൻ 2.5 കോടി ഒരു വർഷം കടന്നു വരുന്ന സഞ്ചാരികൾ, ആ പ്രദേശത്ത് ദിവസം 2500 ആളുകൾ വരുന്ന ഇടം, അവിടേക്കുള്ള ബുക്കിംഗ് നിന്നുപോയ സ്ഥലം, ഇതൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധിയാണ്. ഇതിനൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിനിടയ്ക്ക് ദ്വയാർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ സ്റ്റാൻഡ് ഓൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. അത് തുടർച്ചയായിട്ടും പറയുന്നു. ഈ വിഷയത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളോടൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത്. ഒരു ചെറിയ സംശയം പോലും ഇല്ലാത്ത രീതിയിൽ രാജ്യത്തിന്റെ നടപടികൾക്കൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലകൊള്ളുന്നത്.